സർക്കാരിനെതിരെ വി.ഡി. സതീശന്റെ മാസ്റ്റർ പ്ലാൻ. കേരളത്തിലെ പ്രതിപക്ഷം വികസനത്തിനെതിരാണ് എന്ന ഖ്യാതി കഴിഞ്ഞ കുറച്ചു നാളുകളായി അന്തരീക്ഷത്തിലുണ്ട്. ഈ ചിന്തയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വേരോടെ പിഴുതെറിഞ്ഞത്. കൊച്ചിയിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സംഗമത്തിൽ അദ്ദേഹമെടുത്ത സമീപനമാണ് കോൺഗ്രസിനെതിരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കടിഞ്ഞാണിട്ടത്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വ്യവസായത്തെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ MP ലേഖനമെഴുതിയത് കോൺഗ്രസിനുള്ളിൽ വൻ വിവാദം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് കൊച്ചിയിൽ സർക്കാരിന്റെ നിക്ഷേപ സംഗമം. ഈ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന ചില ആശങ്കകൾ ഉയർന്നു. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന നിലപാടാണ് പ്രതിപക്ഷം നേരത്തെ അറിയിച്ചിരുന്നത്. തികച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ ചടങ്ങിൽ പങ്കെടുക്കുകയും പരസ്പരം കുത്തുവാക്കുകൾ പറയാതെ ഒരുമിച്ച് മുന്നോട്ട് എന്ന സന്ദേശം നൽകുകയും ചെയ്തത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിനിധികളായി എത്തിയവരിൽ ആത്മവിശ്വാസം കൂട്ടുന്നതായി. ഇത് കൂടുതൽ നിക്ഷേപത്തിന് വഴിയൊരുക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 2012 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ കൊച്ചിയിൽ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം അന്ന് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. അന്നത്തെ അതേ സ്ഥലത്ത് 13 വർഷങ്ങൾക്ക് ശേഷം ഉത്സവാന്തരീക്ഷത്തിൽ മറ്റൊരു ആഗോള നിക്ഷേപ ഉച്ചകോടി ഭരണപ്രതിപക്ഷ ഐക്യത്തോടെ സംഘടിപ്പിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും ഇത് അനുകരണീയമായി മാറാം. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഒരു ഹർത്താൽ പോലും കേരളത്തിൽ നടന്നിട്ടില്ലെന്ന ഉച്ചകോടിയിലെ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശവും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉച്ചകോടിക്ക് കരുത്തു പകരുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സംഘവുമായി സഹകരിക്കുമെങ്കിലും സുതാര്യമല്ലാത്ത സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ചോദ്യം ചെയ്യുമെന്നും നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അനാവശ്യമായി എതിർക്കുന്നത് പ്രതിപക്ഷത്തിന്റെ രീതിയല്ല. ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ തെറ്റായ സന്ദേശം നൽകുന്നതിനാലാണ് ഒഴിവാക്കിയത്. ദിവസവും സമരവും ഹർത്താലുമായിരുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കിയത് UDF ആണ്. സർക്കാർ തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കുക പ്രതിപക്ഷത്തിന്റെ ജോലിയാണ്. പരമ്പരാഗതമായി പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടിലേക്ക് തങ്ങൾ പോകില്ല. എല്ലാവരും ഒന്നിച്ചു നിന്ന് നിക്ഷേപ സൗഹൃദമാക്കുമെന്ന ഉറപ്പാണ് നിക്ഷേപകർക്ക് നൽകിയത്. കേരളത്തിന് വേണ്ടിയാണ് സംസാരിച്ചതെന്നും സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ ട്രേഡ് യൂണിയൻ ഭീകരതയില്ല എന്നും നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥയാണ് എന്നും സതീശൻ വ്യക്തമാക്കി. കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ പ്രതിപക്ഷം പിന്തുണയ്ക്കും. ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്താകുമ്പോഴും ഇതേ സംസ്കാരം തുടരണമെന്നും അഭ്യർത്ഥിക്കുന്നു. ട്രേഡ് യൂണിയന്റെ ഭീകരത ഒരു കാലത്ത് കേരളത്തിന്റെ കുപ്രശസ്തിയായിരുന്നു. നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയാണ് താനും വ്യവസായ മന്ത്രി രാജീവും. പുതുതലമുറ ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണ് തങ്ങൾ. കഴിഞ്ഞ 15-20 വർഷമായി തങ്ങൾ ഒരു കമ്പനിയിലും സമരം നടത്തിയിട്ടില്ല എന്ന് പറയാൻ അഭിമാനമുണ്ട്. UDF എക്കാലത്തും വികസനോന്മുഖമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംരംഭകത്വം വളർത്താൻ 2015 സ്റ്റാർട്ടപ്പ് നയം തയ്യാറാക്കി. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവ IT മേഖലയുടെ വികസനത്തിന് പ്രേരക ശക്തിയായി. വ്യവസായ വികസന കോർപ്പറേഷൻ, കിൻഫ്ര എന്നിവ വ്യവസായ അടിത്തറ ശക്തമാക്കി. ആഗോള നിക്ഷേപ സംഗമവും എമർജിംഗ് കേരളയും വൻ വിജയമായിരുന്നു എന്നും സതീശൻ വ്യക്തമാക്കി.